മാഞ്ചസ്റ്റർ സിറ്റി ഗോൾ കീപ്പർ എഡേഴ്സൺ ടീം വിടുമ്പോൾ ക്ലബിന്റെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് പടിയിറങ്ങുന്നത്. പെപ് ഗാർഡിയോളയുടെ വിശ്വസ്ത കാവൽക്കാരന്റെ പുതിയ തട്ടകം തുർക്കിഷ് ക്ലബ്ബ് ഫെനർബാഷെയാണ്. പുതിയ ടീമിലും എഡേഴ്സൺ മാജിക് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. മാഞ്ചസ്റ്റർ സിറ്റിയെ യൂറോപ്യൻ ഫുട്ബോളിന്റെ തലപ്പത്തേക്ക് പെപ് ഗാർഡിയോള കൈപിടിച്ചുയർത്തിയപ്പോൾ അതിന്റെ കാവൽക്കാരനായിരുന്നു ബ്രസീലിയൻ താരൻ എഡേഴ്സൺ. ഗാർഡിയോള പോലൊരു പരിശീലകന്റെ ടീമിലെ വിശ്വസ്തനായി 8 വർഷത്തോളം തുടരുകയെന്നത് പലർക്കും സാധിക്കാത്ത ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ സീസൺ വരെ സിറ്റിക്ക് ഒരിക്കൽ പോലും ഗോൾ കീപ്പിംഗിലേക്ക് ആശങ്കയോടെ നോക്കേണ്ടി വന്നില്ല. പെപ്പിന്റെ ടീമിലെ ഗോൾ കീപ്പർക്ക് പോലും കളിയിൽ വ്യക്തമായ റോളുണ്ട്. ഗോൾ മുഖത്തേക്ക് വരുന്ന പന്തിനെ തടയുക മാത്രമല്ല, സഹതാരങ്ങൾക്ക് പന്ത് കൃത്യമായി നൽകുകയും വേണം. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എഡേഴ്സന്റെ വിജയം. പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ ഗോൾ കീപ്പർ എഡേഴ്സനാണ്. സെർജിയോ അഗ്യൂറോയ്ക്ക് നൽകിയ ആ ലോങ് മാജിക് ബോൾ പിന്നീട് ഹാളണ്ടിനായും കുണ്ടോഗനായും നൽകുന്നത് കണ്ടു. എതിർ ടീമിന്റെ ബോക്സിലേക്ക് ഓടുന്ന താരത്തിന് അളന്നു മുറിച്ച് എഡേഴ്സൺ നൽകുന്ന പാസ് പലപ്പോഴും ഒരു വിസ്മയമായിരുന്നു. സിറ്റി ആരാധകരുടെ പതിറ്റാണ്ടുകളായുള്ള ചാമ്പ്യൻസ് ലീഗ് സ്വപ്നം പൂവണഞ്ഞതിന് പിന്നിലും എഡേഴ്സന്റെ കരസ്പർശമുണ്ട്. ഫൈനലിൽ ഇന്ററിനെതിരെ നടത്തിയ നിർണായകമായ 2 സേവുകൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അക്കാഞ്ചിയുടെ പിഴവിൽ നിന്ന് ഇന്റർ നായകൻ ലൗതാരോ മാർട്ടിനസിന് പന്ത് കിട്ടുമ്പോൾ എഡേഴ്സൺ മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. പെപ് ഗാർഡിയോള പോലും കളി കൈവിട്ടെന്ന് കരുതിയ നിമിഷം. എന്നാൽ എഡേഴ്സന്റെ കൃത്യമായ ഇടപെടലിൽ പന്ത് തടയാനായി. ഒടുവിൽ മത്സരത്തിന്റെ അവസാന നിമിഷം ലുക്കാക്കുവിന്റെ ബുള്ളറ്റ് ഹെഡറും എഡേഴ്സൺ തടുത്തു. ഈ 2 സേവിലായിരുന്നു സിറ്റി കിരീടം ഉറപ്പിച്ചത്. ഇങ്ങനെ സിറ്റിക്കായി ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് എഡേഴ്സൺ ക്ലബ്ബ് വിടുന്നത്. ടീമിലെത്തിയ താരം സിറ്റിക്കായി 372 മത്സരങ്ങളിൽ കളിച്ചു. പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 3 വർഷം ഗോൾഡൻ ഗ്ലൗവും സ്വന്തമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.